ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. വാഴപ്പൂവും പരിപ്പും ചേർത്തൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ വാഴപ്പൂ വെച്ചും നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാൻ പറ്റില്ല. കൈക്കും നേന്ത്രക്കായ, പൂവൻ, അങ്ങനെ ചിലതരം കുലകളുടെ പൂവ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഈ കായനെ ഞങ്ങൾ പൊന്തൻ കായ എന്നാ പറയണത്. ഇതുപോലൊരു കായയുടെ പൂവാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കറി ഉണ്ടാക്കാനായി 3 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലിന് വെക്കാം. ഇതാണ് വാഴപ്പൂ, വാഴക്കൂമ്പ്, കുടപ്പൻ എന്നൊക്കെ പറയും. ഞങ്ങൾ ഇതിന് വാഴമാണി എന്നാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇതിൽ നിന്നും തേന് കുടിക്കാറുണ്ടായിരുന്നു. ഈ പൂവിന്റെ ഈ പ്ലാസ്റ്റിക് പോലത്തെ സാധനമില്ലേ, അത് നമുക്ക് ആവശ്യമില്ല, അത് കളയണം. പിന്നെ ഇതിന്റെ സെന്ററിൽ ഇതുപോലൊരു സാധനമുണ്ട്, അതും നമ്മൾ ഉപയോഗിക്കാറില്ല. ബാക്കി പൂകളെല്ലാം കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആയ പണിയായതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിടാം. ഇതിലേക്കാണ് വാഴപ്പൂ കട്ട് ചെയ്ത് ഇടുന്നത്. മീതിയുള്ള ബ്രൗൺ പാർട്ട് എല്ലാം കളഞ്ഞ് നല്ല വെള്ള കളറാക്കിയിട്ടുണ്ട്. അമ്മമ്മയൊക്കെ ഇങ്ങനെയാണ് കൊത്തി അരിയുന്നത്. നമുക്കത് അത്ര പ്രാക്ടീസ് ഇല്ല. നമുക്ക് കട്ടിംഗ് പാഡ് ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. ഒരു കാര്യം മറന്നു, കയ്യിലും കത്തിയിലെല്ലാം എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ കറയാവും, ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് വാഴപ്പൂവ്. ഇതിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹനം എളുപ്പമാക്കും. ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കും. ഇതിലുള്ള മഗ്നീഷ്യം മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും എല്ലാം കുറിച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. വാഴപ്പൂ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുമത്രേ. പൂവെല്ലാം കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ കഴുകിയെടുത്ത് വേവിച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്, പരിപ്പും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വാഴപ്പൂവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ഒരു വിസിലിന് കൂടി വെക്കാം. ഒരിക്കലും കഴിക്കാത്ത വാഴപ്പൂ കിട്ടുകയാണെങ്കിൽ കളയരുത്. ഏതെങ്കിലും രീതിയിൽ കറി വെച്ച് കഴിക്കുക തന്നെ വേണം. കറി താളിച്ചെടുക്കാനായിട്ട് ഒരു കടായി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, 1/2 സവാള അരിഞ്ഞത്, ചെറിയുള്ളി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് സവാള ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് വഴറ്റുകയൊന്നും വേണ്ട. ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ച കറിയില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. ഈ കറിയിൽ പരിപ്പിട്ടതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ ഇത്തിരി തിക്കാവും. അതിനനുസരിച്ച് വേണം കറി വറ്റിച്ചെടുക്കാൻ. വാഴമാണി അഥവാ വാഴപ്പൂ ഉണ്ടല്ലോ, അത് നിസ്സാരക്കാരനല്ല കേട്ടോ. രോഗകാരികളായ ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം ധാരാളം ഉള്ളതിനാൽ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും വാഴപ്പൂ കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യും വേണം. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. ബൈ.